നമസ്കാരം. തെരഞ്ഞെടുപ്പ് ദിവസം വിറ്റ്നസ് ന്യൂസിന്റെ റിപ്പോർട്ടർമാർ കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ നടത്തിയ ജനകീയ സർവേയുടെ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്. ആദ്യമായി തിരുവനന്തപുരം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്ന കണക്കുകൂട്ടലാണ് UDF-നും LDF-നും ഉണ്ടായിരുന്നത്. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമായി തങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുമെന്നാണ് രണ്ട് മുന്നണികളും കരുതിയിരുന്നത്. എന്നാൽ ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല. തങ്ങളുടെ ഭരണത്തിന്റെ മികവിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വോട്ട് ചെയ്ത ശേഷം പുറത്തിറങ്ങിയ വോട്ടർമാർ നൽകിയ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ജയിക്കാൻ പോകുന്നത് നേരിയ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ആയിരുന്നു. തിരുവനന്തപുരത്ത് പ്രധാന മത്സരം നടന്നത് UDF-ഉം LDF-ഉം തമ്മിലാണെന്നും വോട്ടർമാർ അഭിപ്രായപ്പെടുന്നു. ഭരണകക്ഷിയായ LDF-ന്റെ പ്രകടനം 3ാം സ്ഥാനത്താണ്. UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ പോൾ ചെയ്ത വോട്ടിന്റെ 38% ലഭിച്ചപ്പോൾ NDAയുടെ രാജീവ് ചന്ദ്രശേഖരന് 35.5% വോട്ടുകളോടെ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. സംസ്ഥാനം ഭരിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് 25.5% വോട്ടുകൾ മാത്രമാണ് നേടാനായത്. അങ്ങനെ 2.5% വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശശി തരൂർ ജയിക്കുമെന്ന് തിരുവനന്തപുരത്തുകാർ പറയുന്നുണ്ട്. NDAയുടെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും എന്ന പ്രചരണം തിരുവനന്തപുരത്ത് പൊതുവെ ഉണ്ടായിരുന്നു. ഈ പ്രചരണം ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടയാക്കി. ഇനി അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങലിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും തങ്ങളുടെ ജനപ്രതിനിധിയാകാൻ യോഗ്യനെന്ന് പറയുന്നത് പരിശോധിക്കാം. തീ പാറുന്ന ഒരു പോരാട്ടം നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ പ്രാവശ്യം തങ്ങളുടെ MP ആയിരുന്ന UDF-ലെ അടൂർ പ്രകാശിന്റെ പ്രവർത്തനത്തെ അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്. നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെങ്കിൽ അദ്ദേഹം തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. അതല്ല, MP ഫണ്ട് വിനിയോഗത്തിൽ വലിയ വീഴ്ച ഉണ്ടായിരുന്നതായി LDF സ്ഥാനാർത്ഥി വി ജോയുടെ പ്രചരണം ആറ്റിങ്ങലിലെ ജനങ്ങൾ ഏറ്റെടുത്തുവെങ്കിൽ വി ജോയ് ആറ്റിങ്ങലിലെ MP ആകും. ഇനി LDF-ന്റെയും UDF-ന്റെയും ഇടയിൽ നിന്നുകൊണ്ട് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന വി മുരളീധരനെയാണോ ആറ്റിങ്ങലിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കാം. ഞങ്ങൾക്ക് വോട്ടർമാരുടെ ഇടയിൽ നിന്ന് ലഭിച്ച കണക്കനുസരിച്ച് ആറ്റിങ്ങലിലെ MP ആയി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് മറ്റാരുമല്ല, LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി ജോയിയാണ്. 39% വോട്ടുകളാണ് വി ജോയ്ക്ക് ലഭിച്ചത്. തൊട്ടു പിന്നിൽ 36% വോട്ടുകൾ നേടിയ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് 2ാം സ്ഥാനത്തുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന് 24% വോട്ടുമായി 3ാം സ്ഥാനത്ത് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 3% വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് LDF-ലെ വി ജോയുടെ വിജയിക്കാൻ സാധ്യതയെന്നാണ് ആറ്റിങ്ങലിലെ വോട്ടർമാർ പറയുന്നത്. മൂന്നാമതായി കൊല്ലം മണ്ഡലത്തിൽ നിന്നും ആരാകും ജയിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. വളരെയധികം വാശിയേറിയ മത്സരമാണ് കൊല്ലത്ത് നടന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കൊല്ലത്തിന്റെ MP ആയിരുന്ന NK പ്രേമചന്ദ്രനെ തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. LDF ആകട്ടെ പ്രശസ്ത സിനിമാ താരവും MLA-യുമായ M മുകേഷിനെ രംഗത്തിറക്കിയാണ് പ്രേമചന്ദ്രന് വെല്ലുവിളി ഉയർത്തിയത്. താരപ്രഭയിൽ NDAയും ഒട്ടും പുറകിലല്ല. പ്രശസ്ത സിനിമാ സീരിയൽ താരം കൃഷ്ണകുമാറിനെയാണ് NDA രംഗത്തിറക്കിയത്. അങ്ങനെ 2 സിനിമാ താരങ്ങളോടാണ് നിലവിലെ MP ആയ NK പ്രേമചന്ദ്രൻ ഏറ്റുമുട്ടിയത്. ഇവരിൽ ആര് ജയിക്കും? സിനിമാ താരങ്ങളാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കൊല്ലത്തിന്റെ MP ആയിരിക്കുന്ന വ്യക്തിയാണോ ജയിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. കൊല്ലത്തെ ജനങ്ങൾ ഇപ്രാവശ്യം വിധി എഴുതിയത് നിലവിലുള്ള MP-ക്ക് അനുകൂലമായി തന്നെയാണ്. അതായത് NK പ്രേമചന്ദ്രൻ 6% വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തോടെ ഇക്കുറിയും ജയിക്കാനാണ് സാധ്യത. അങ്ങനെ 43% വോട്ടുകൾ പ്രേമചന്ദ്രൻ ലഭിക്കുമ്പോൾ തൊട്ടടുത്ത് 37% വോട്ടുകളുമായി LDF-ലെ M മുകേഷ് 2ാം സ്ഥാനത്ത് വരുമെന്നാണ് വോട്ടെടുപ്പിന് ശേഷം ജനങ്ങളുടെ അഭിപ്രായം. NDAയുടെ BJP സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ 19.5% വോട്ടുകളുമായി 3ാം സ്ഥാനത്ത് എത്താൻ മാത്രമേ സാധിച്ചുള്ളൂ. അടുത്തതായി നമ്മൾ കടക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലേക്കാണ്. ശബരിമല ഉൾപ്പെടുന്ന മലയോര മേഖലയുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖലയായതിനാൽ വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കവയ്യാതെ ജീവിക്കുന്ന ഒരു ജനതയാണ് ഈ മണ്ഡലത്തിലുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷിനാശവും അതേപോലെ ജീവഹാനിയും ഉണ്ടാകുന്ന ജനത്തിനു വേണ്ടി നിലവിലുള്ള MP ആന്റോ ആന്റണി എന്ത് ചെയ്തു എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇടത് വലത് NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഒപ്പത്തിനൊപ്പം മാറ്റുറച്ച പത്തനംതിട്ടയുടെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് നോക്കാം. കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകനും BJPയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന അനിൽ ആന്റണിയാണ് 3ാം സ്ഥാനത്ത് എത്തിയതെങ്കിൽ പത്തനംതിട്ടയുടെ അടുത്ത MP ആയി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് തോമസ് ഐസക് ആണെന്നാണ് വോട്ടർമാർ പറയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുൻ MP ആന്റോ ആന്റണിയാണ് തോമസ് ഐസക്കിന്റെ തൊട്ടു പിന്നിലായി 2ാം സ്ഥാനത്തുള്ളത്.
വെറും 1.5% വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോമസ് ഐസക്കിന്റെ വിജയം പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് 38.5% വോട്ടുകൾ നേടുമെന്ന് പറയുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്ന ആന്റണിക്ക് 37% വോട്ടുകൾ ലഭിക്കുമെന്നാണ് വോട്ടർമാർ പറയുന്നത്. മൂന്നാമതായി വന്ന അനിൽ ആന്റണിക്ക് 23% വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും പറയുന്നു. പത്തനംതിട്ടയിൽ നിന്നും നമ്മൾ ഇനി അടുത്തതായി കടക്കുന്നത് മാവേലിക്കരയിലേക്കാണ്. മാവേലിക്കരയിൽ നിന്നും വളരെ കാലങ്ങളായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് UDFിലെ കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ്. ഏത് വിധേനയും മണ്ഡലം നിലനിർത്താനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു അദ്ദേഹം. കൊടിക്കുന്നിൽ സുരേഷിന്റെ ദീർഘകാലത്തെ പ്രവർത്തനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ജയപരാജയങ്ങൾ. LDF ആകട്ടെ ഇത്തവണ CA അരുൺകുമാർ എന്ന യുവ തുർക്കിയെയാണ് മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. അതിനാൽ തന്നെ വളരെ വാശിയേറിയ ഒരു മത്സരം കാഴ്ചവെക്കാൻ അരുൺകുമാറിന് സാധിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് NDA സ്ഥാനാർത്ഥിയായ BDJSന്റെ ബൈജു കലാശാല മത്സരത്തിനിറങ്ങിയത്. എന്നാൽ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എന്തുമാത്രം ജനങ്ങളിൽ എത്തി എന്നതിനെ ആശ്രയിച്ചിരിക്കും NDA സ്ഥാനാർത്ഥിയുടെ വിജയമെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ജയിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. 44% വോട്ടുകൾ നേടി UDF സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ 40% വോട്ട് നേടി LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ രണ്ടാം സ്ഥാനത്തും 15% വോട്ട് നേടി NDAയുടെ ബൈജു കലാശാല മൂന്നാം സ്ഥാനത്തും വരുമെന്നും ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. അങ്ങനെ 4% വോട്ടുകളുടെ വ്യത്യാസത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും മാവേലിക്കരയുടെ MP ആകാനാണ് സാധ്യത.